ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 6th ചാപ്റ്റർ ട്രിഗ്നോമെട്രി. ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ 102ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദ പാരലോഗ്രാംസ് ഷോൺ ബിലോ. താഴെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 2 പാരലോഗ്രാം, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഒന്ന് 45 ഡിഗ്രി ആംഗിളാണ്, ഒന്ന് 60 ഡിഗ്രി ആംഗിളാണ്. ബേസ് 4 സെൻറ്റിമീറ്റർ, ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ. ചെയ്ത് നോക്കാം. ഇവിടെ പാരലോഗ്രാം നമ്മൾ ഫിഗർ വരച്ചു. തന്നിരിക്കുന്ന അളവുകൾ ഇവിടെ 45 ഡിഗ്രിയാണിത്. അതുപോലെ ഇത് 2 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് പേര് കൊടുക്കാം. ABCD എന്ന് കൊടുക്കും. ഇവിടെ ഈ പോയിന്റ് നമുക്ക് E എന്ന് പേര് കൊടുക്കാം. ഇനി പാരലോഗ്രാമിന്റെ ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, BH ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യം ബേസ് അറിയാം. ബേസ് ഈക്വൽ ടു അത് AB ആണ്. AB ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഹൈറ്റ് അറിയില്ല. ഹൈറ്റ് നമ്മുടെ ഈ DE എന്ന് പറയുന്ന ആ ലെന്താണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ട്രിഗ്നോമെട്രി ഉപയോഗിച്ചാൽ നമുക്കിവിടെ ADE എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എടുത്താൽ, അപ്പോൾ ഇൻ ട്രയാങ്കിൾ ADE, ഈ ട്രയാങ്കിളിൻ്റെ അതിൽ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡാണ് DE. അതുപോലെ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ AD 2 സെൻറ്റിമീറ്റർ. ഓപ്പോസിറ്റ് സൈഡ് DEയും ഹൈപ്പോട്ടന്യൂസ് ADയുമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വരുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ, അതായത് സൈൻ എടുത്താൽ ഇവിടെ സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് DE ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് AD ആണ്, AD. അപ്പോൾ സൈൻ 45ൻ്റെ വാല്യൂ 1/√2 ഈക്വൽ ടു ADയുടെ വാല്യൂ നമുക്കറിയാം. DE നമുക്ക് കണ്ടുപിടിക്കണം, അറിയില്ല. അപ്പോൾ DE അങ്ങനെ തന്നെ എഴുതാം. DE ഡിവൈഡഡ് ബൈ ADയുടെ വാല്യൂ 2 സെൻറ്റിമീറ്റർ ആണ്, ബൈ 2. ഇനി 2നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 2 ഡിവൈഡഡ് ബൈ √2, അതായത് 1/√2 ഇൻറ്റു 2 ഈക്വൽ ടു നമുക്ക് DE എന്ന് കിട്ടും. അപ്പോൾ DEയുടെ നീളം നമുക്ക് 2/√2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റ് നമുക്ക് 2/√2 എന്ന് കിട്ടി. ഇതിൻ്റെ ബേസ് AB ആണ്. അപ്പം ഈക്വൽ ടു ബേസ് 4 സെൻറ്റിമീറ്റർ ആണ്. 4 ഇൻറ്റു ഹൈറ്റ് 2/√2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 4 ഇൻറ്റു 2 8 ഡിവൈഡ് ബൈ √2 ആണ്. ഇനി നമുക്കതിനെ ഈക്വൽ ടു ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഡിവൈഡ് ബൈ √2നെ ഇവിടെ തന്നെ ആൻസറായി, അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഒന്നുകൂടി നമ്മൾ ചെയ്യുന്നു. ഇൻറ്റു √2 ഇൻറ്റു √2, അതായത് മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അംശത്തിലും ഛേദത്തിലും നമ്മൾ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈക്വൽ ടു അത് 8√2 ഡിവൈഡ് ബൈ √2 ഇൻറ്റു √2 2 ആവും. അപ്പോൾ 2. അപ്പോൾ ഈ 8നെയും 2നെ നമുക്ക് കട്ട് ചെയ്താൽ ഈക്വൽ ടു 4√2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏരിയ 4√2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ. ഇനി ഇതിലെ രണ്ടാമത്തെ ഫിഗർ, ഇവിടെയും ബേസ് 4 സെൻറ്റിമീറ്റർ ആണ്, ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ആംഗിളിൽ മാറ്റമുണ്ട്. ആംഗിളിലൂടെ ഇത് 60 ഡിഗ്രിയാണ് ആംഗിൾ. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. ഇത് ABCD എന്ന് പേര് കൊടുത്തു. ഇത് CDE, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ. ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് ആംഗിൾ 90 ഡിഗ്രിയാണ്, ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി. ഇവിടെയും പാരലോഗ്രാമിൻ്റെ ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഹൈറ്റ് ഈക്വൽ ടു നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 60 ഡിഗ്രിയാണ് ആംഗിൾ. കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്, അറിയാവുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വരുന്നത് സൈൻ. അപ്പോൾ സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് DE ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് AD. അപ്പോൾ സൈൻ 60 ഡിഗ്രിയുടെ വാല്യൂ √3/2 ഈക്വൽ ടു DE ഡിവൈഡഡ് ബൈ ADയുടെ വാല്യൂ 2. ഇനി √3/2, ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ഇൻറ്റു 2 ഈക്വൽ ടു DE. അതായത് നമുക്ക് DE ഈക്വൽ ടു √3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2. അപ്പോൾ 2 ഇൻറ്റു കട്ടായി പോകും. അപ്പോൾ DE ഈക്വൽ ടു √3 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ഈ വാല്യൂ √3 ആണ്. അപ്പോൾ നമുക്ക് ബേസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് H is equal to √3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഏരിയ ഈക്വൽ ടു BH, ബേസ് ഇൻറ്റു ഹൈറ്റ്, ഈക്വൽ ടു 4 ഇൻറ്റു √3 ഈക്വൽ ടു 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ.
അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ രണ്ട് പാരലോഗ്രാമിൻ്റെയും ഏരിയ ട്രിഗ്നോമെട്രി വെച്ച് കണ്ടുപിടിച്ചു. ഇവിടെ ചെയ്തത് വേണമെങ്കിൽ ഇവിടെ 60 ഡിഗ്രിയും 45 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് 40യുടെ 60ൻ്റെ റേഷ്യോ 9ാം ക്ലാസ്സിൽ പഠിച്ച ആ റേഷ്യോ വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. പക്ഷേ ട്രിഗ്നോമെട്രി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റേഷ്യോയുടെ ആവശ്യമില്ല, നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോ തന്നെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത്, തന്നിട്ടുള്ള ഏത്, ഇത് തമ്മിൽ വരുന്ന റേഷ്യോ ഏതാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാൻ പാരലോഗ്രാമിൻ്റെ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബേസ് നമുക്കറിയാം, ഹൈറ്റ് അറിയില്ല, ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫിഗറിനകത്ത് ഹൈറ്റ് നമ്മൾ എക്സ്ട്രാ വരച്ചു. അപ്പോൾ നമ്മുടെ ഡി ആണ് നമ്മുടെ ഹൈറ്റ്, ഡി ആണ് നമ്മുടെ ഹൈറ്റ്. കഴിഞ്ഞ പ്രോബ്ലത്തിലും ഇതേ സെയിം ഫിഗർ തന്നെയായിരുന്നു, ആംഗിളിൽ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ട്രയാങ്കിൾ ആയിട്ട്, ഈ ട്രയാങ്കിളിനെ പരിഗണിച്ചാൽ കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും ട്രിഗ്നോമെട്രി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പരിഗണിക്കുന്നത് റൈറ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും, മട്ടത്രികോണമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ADE എന്ന് പറയുന്ന ട്രയാങ്കിൾ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്നത് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ബേസ് നമുക്കറിയാം, പക്ഷേ ഈ ബേസ് പാരലോഗ്രാമിൻ്റെ ബേസ് ആണ്, നമുക്ക് ഈ ട്രയാങ്കിൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് ഉൾപ്പെടുന്ന ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ് നമുക്ക് അറിയാവുന്നത്. അപ്പോൾ നമുക്ക് സൈൻ എന്ന് കിട്ടും. അപ്പോൾ സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഡി എടുത്തു ബൈ ഹൈപ്പോട്ടന്യൂസ് 2. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും അങ്ങനെ തന്നെ ചെയ്തു. കാരണം അപ്പോൾ അവിടെ സൈൻ 45ൻ്റെ വാല്യൂ കൊടുത്തു, ഇവിടെ നമ്മൾ സൈൻ 60യുടെ വാല്യൂ കൊടുത്തു. എന്നിട്ട് ഈക്വൽ ടു ഒന്ന് എടുത്തെഴുതി, പിന്നെ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വാല്യൂസിനെ മാറ്റുക, നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് അതൊരു സൈഡിൽ നിർത്തുക. അപ്പോൾ ഇവിടെ നമുക്ക് DE ഈക്വൽ ടു എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഡിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. കഴിഞ്ഞ പ്രോബ്ലത്തിലും ഡിയുടെ വാല്യൂ തന്നെ കണ്ടുപിടിച്ചു, ആംഗിളേ മാറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി. ഇനി ക്വസ്റ്റിനകത്ത് പാരലോഗ്രാമിൻ്റെ ബേസ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ട്രയാങ്കിൾ വെച്ച് പാരലോഗ്രാമിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു. ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് പാരലോഗ്രാമിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ പാരലോഗ്രാമിൻ്റെ ബേസ് അറിയാം, പിന്നെ ബേസ് ഇൻറ്റു ഹൈറ്റ് വെറുതെ മൾട്ടിപ്ലൈ ചെയ്തു. ഹൈറ്റ് കിട്ടിയാൽ ഇത് പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്, അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഇതിൻ്റെ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ രണ്ട് കണക്കിലും നമുക്ക് സൊല്യൂഷൻ കിട്ടി.